വീഡിയോയിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ ടെസ്റ്റിംഗ് ഓഫ് പേയ്മെൻറ്റ് മെറ്റീരിയൽസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. പേയ്മെൻറ്റിൻ്റെ കൺസ്ട്രക്ഷനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെയിൻ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് സ്റ്റോൺ അഗ്രിഗേറ്റ്സ്. ഈ സ്റ്റോൺ അഗ്രിഗേറ്റിൻ്റെ ടെസ്റ്റുകളും അതിൻ്റെ ഡിസൈറബിൾ പ്രോപ്പർട്ടീസും എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പേയ്മെൻറ്റിൻ്റെ കൺസ്ട്രക്ഷനായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റോൺ അഗ്രിഗേറ്റ്സിന് വേണ്ട ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് എന്തൊക്കെയായിരിക്കണം? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് എന്താ? റെസിസ്റ്റൻസ് ടു വെയർ ആൻഡ് ടയർ, കൂടാതെ സ്ട്രെങ്ത്, ഡ്യൂറബിലിറ്റി. പേയ്മെൻറ്റിൻ്റെ കൺസ്ട്രക്ഷനായിട്ട് നമ്മൾ സ്റ്റോൺ അഗ്രിഗേറ്റ്സിൻ്റെ ഒപ്പം യൂസ് ചെയ്യുന്ന ബിറ്റുമിനുമായിട്ട് പ്രോപ്പർ അദഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, കൂടാതെ ഷേപ്പ്, അതായത് ഫ്ലേക്കിനെസ്, ഇലോങ്ങേഷൻ, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ടെസ്റ്റാണ് അഗ്രിഗേറ്റ് ക്രഷിംഗ് സ്ട്രെങ്ത്. അതായത് ഗ്രാജുവലി അപ്ലൈ ചെയ്യുന്ന ലോഡിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഈ അഗ്രിഗേറ്റ്സിൻ്റെ ശേഷിയാണ് ഈ ഒരു ടെസ്റ്റിൽ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അഗ്രിഗേറ്റ് ക്രഷിംഗ് സ്ട്രെങ്ത്തിൻ്റെ ടെസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റ് പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. അഗ്രിഗേറ്റ്സ് പാസിംഗ് 12.5 mm ആൻഡ് റീറ്റെയിൻഡ് ഓൺ 10 mm ISCU. അതായത് 12.5 mm ISCUവിൽ കൂടെ പാസ് ചെയ്യുകയും എന്നാൽ 10 mm ISCUവിൽ റീറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്ന അഗ്രിഗേറ്റ്സിനെ ഈ നമ്മുടെ ടെസ്റ്റ് സിലിണ്ടറിനുള്ളിൽ ഫില്ല് ചെയ്യുന്നു. അതും 3 ലെയേഴ്സായിട്ട്. ഓരോ ലെയറിനും ഒരു 25 പ്രാവശ്യം ടാമ്പും ചെയ്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഫില്ല് ചെയ്ത ഈ ടെസ്റ്റ് സിലിണ്ടർ നമ്മുടെ ക്രഷിംഗ് സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യുന്ന മെഷീനുള്ളിൽ പ്ലേസ് ചെയ്യുകയും ഗ്രാജുവലി ലോഡ് അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ ലോഡ് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ സാമ്പിളിനെ നമ്മൾ വീണ്ടും മെഷീനിൽ നിന്ന് മാറ്റി വീണ്ടും ഇതിനെ സീവ് ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ സീവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സീവ് സൈസ് എത്രയാണ്? 2.36 mm ISCU. അങ്ങനെ 2.36 mm സീവിൽ കൂടാണ് ലാസ്റ്റ് ഫൈനൽ ടെസ്റ്റ് ചെയ്ത സാമ്പിൾ നമ്മൾ സീവ് ചെയ്യുന്നത്. ഇങ്ങനെ സീവ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ കൂടെ ഈ സീവിൽ കൂടെ പാസ് ചെയ്യുന്ന അഗ്രിഗേറ്റ്സിൻ്റെ വെയിറ്റിനെ നോട്ട് ചെയ്യും. അതിനെ W2 എന്നാണ് നെയിം ചെയ്തത്. W1 ആയിട്ട് എന്താ നമ്മൾ എടുക്കുന്നത്? ഇനീഷ്യൽ വെയിറ്റ് ഓഫ് ദ സാമ്പിളാണ്. ഇനീഷ്യൽ വെയിറ്റ് W1ഉം പാസ് ചെയ്ത്, അതായത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം സീവിൽ കൂടെ പാസ് ചെയ്യുന്ന വെയിറ്റിനെ W2 എന്നാണ് നെയിം ചെയ്യുന്നതെങ്കിൽ അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂ ഡിറ്റർമൈൻ ചെയ്യാനുള്ള ഇക്വേഷനാണ് W2/W1 × 100. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അഗ്രിഗേറ്റിൻ്റെ ക്രഷിംഗ് സ്ട്രെങ്ത് എത്രയാണെന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നു. ഇനി റേറ്റ് ഓഫ് ലോഡിംഗ്, നേരത്തെ പറഞ്ഞിട്ട് നമ്മൾ ലോഡ് ഗ്രാജുവലി അപ്ലൈ ചെയ്യുന്നത്. ഈ റേറ്റ് ഓഫ് ലോഡിംഗ് എത്രയാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് 4 tons per minute. ഇനി IS കോഡ്സ് പറഞ്ഞിരിക്കുന്ന ഒരു മിനിമം സ്റ്റാൻഡേർഡ് വാല്യൂസ് ഉണ്ട്. അതായത് പേയ്മെൻറ്റിൻ്റെ കൺസ്ട്രക്ഷനായിട്ട് യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റ്സിന് മിനിമം ഇത്ര ക്രഷിംഗ് സ്ട്രെങ്ത് വേണമെന്ന് IS കോഡ്സ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് PSC എക്സാംസിൽ ചോദിച്ചു കാണുന്ന മെയിൻ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. അതായത് ഓരോ ടെസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഓരോ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂസ്, IS കോഡ് സ്പെസിഫൈ ചെയ്യുന്ന വാല്യൂസ് എത്രയാണ് എന്നതാണ് സ്ഥിരം ചോദിക്കുന്നത്. ബേസ് കോഴ്സിൻ്റെ കൺസ്ട്രക്ഷനായിട്ട് യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 45%. അതേപോലെ സർഫസ് കോഴ്സിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള അഗ്രിഗേറ്റ്സിൻ്റെ ക്രഷിംഗ് വാല്യൂ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 30%. അപ്പോൾ അഗ്രിഗേറ്റ് ക്രഷിംഗ് സ്ട്രെങ്ത് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു? ടു ഡിറ്റർമൈൻ ദ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ടു റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ അഗ്രിഗേറ്റ് ടു ഗ്രാജുവലി അപ്ലൈഡ് ലോഡ്. അതും പഠിച്ചിരിക്കണം. പിന്നെ IS കോഡ് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഈ വാല്യൂസും ബേസ് കോഴ്സിന് നോട്ട് ഗ്രേറ്റർ ദാൻ 45ഉം സർഫസ് കോഴ്സിന് നോട്ട് ഗ്രേറ്റർ ദാൻ 30%. ഇനി അടുത്ത ടെസ്റ്റാണ് ഇമ്പാക്ട് ടെസ്റ്റ്. ഇമ്പാക്ട് ടെസ്റ്റ് ഇസ് ഡൺ ടു ഡിറ്റർമൈൻ ദ ടഫ്നെസ് ഓഫ് അഗ്രിഗേറ്റ്സ്. ഇമ്പാക്ട് ടെസ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. മുമ്പേ പറഞ്ഞ കൂട്ട് തന്നെ 12.5 mm സീവിൽ കൂടെ പാസ് ചെയ്യുകയും 10 mm സീവിൽ റീറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്ന അഗ്രിഗേറ്റ്സിനെ ഈ ഇമ്പാക്ട് ടെസ്റ്റിംഗ് മെഷീൻ്റെ ഈ ഒരു സാമ്പിൾ ടെസ്റ്റ് ചെയ്യുന്ന ഈ കണ്ടെയ്നർ സിലിണ്ടർ ഉണ്ട്. ഈ സിലിണ്ടറിനുള്ളിൽ നമ്മൾ 3 ലെയറായിട്ട് ഫില്ല് ചെയ്യുന്നു. ഓരോ ലെയറിനും 25 ടാമ്പിങ്സും പ്രൊവൈഡ് ചെയ്യുന്നു. ഇങ്ങനെ സാമ്പിൾ പ്ലേസ് ചെയ്തതിന് ശേഷം ഇത് ഈ ടെസ്റ്റിംഗ് മെഷീൻ്റെ ബേസിൽ പ്ലേസ് ചെയ്യുകയും ടെസ്റ്റിംഗ് മെഷീനിൽ തന്നെ മുകളിൽ കാണുന്ന ഈ ഹാമർ 15 times ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഈ സാമ്പിൾ നമ്മളെടുത്ത് വീണ്ടും സീവ് ചെയ്യുന്നു. സീവ് ത്രൂ 2.36 mm സീവ് ചെയ്തതിന് ശേഷം ഈ സീവിൽ കൂടെ പാസ് ചെയ്യുന്ന അഗ്രിഗേറ്റ്സിൻ്റെ വെയിറ്റിനെ W2 എന്ന് നോട്ട് ചെയ്യുന്നു. W1 എന്താണ്? ഇനീഷ്യൽ വെയിറ്റ് ഓഫ് ദ സാമ്പിൾ. ഇനി ഇമ്പാക്ട് വാല്യൂസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഇക്വേഷൻ W2/W1 × 100. ഇനി ഇവിടെ IS കോഡ്സ് സ്പെസിഫൈ ചെയ്യുന്ന വാല്യൂസ് എത്രയാണെന്ന് നോക്കാം. ബിറ്റുമിനസ് ബേസ്
കോഴ്സിന്, അതായത് ബിറ്റുമിനസ് ബേസിൻ്റെ കൺസ്ട്രക്ഷനായിട്ട് യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റ്സിൻ്റെ സാമ്പിളിന് ഇമ്പാക്ട് വാല്യൂ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 35%. വേറിംഗ് കോഴ്സിൻ്റെ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റ്സിൻ്റെ ഇമ്പാക്ട് വാല്യൂ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 30%. അപ്പോൾ ഇമ്പാക്ട് ടെസ്റ്റ് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു? ടഫ്നെസ് കണ്ടുപിടിക്കാൻ. വാല്യൂസ് എന്തൊക്കെയാണെന്നും നോട്ട് ചെയ്യുക. ഇനി അടുത്ത ടെസ്റ്റാണ് അബ്രാഷൻ ടെസ്റ്റ്. ഇത് കഴിഞ്ഞ ഈ എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. വെയർ ആൻഡ് ടയറിന് എതിരെ അല്ലെങ്കിൽ വെയർ ആൻഡ് ടയർ അഗ്രിഗേറ്റ്സിലുണ്ടാകുന്ന ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ് എന്നത്. അപ്പോൾ അബ്രാഷൻ ടെസ്റ്റ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ ഹാർഡ്നെസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ടു വെയർ ആൻഡ് ടയർ. ഇത് നമ്മൾ ചെയ്യുന്നത് ലോസ് ഏഞ്ചലസ് ടെസ്റ്റിംഗ് മെഷീനിലാണ്. ഫിഗറിൽ നമുക്ക് മെഷീൻ കാണാം. അപ്പോൾ ഈ മെഷീൻ വെച്ച് നമ്മൾ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. 5 to 10 കിലോഗ്രാം സാമ്പിൾ എടുക്കുകയും ഈ സാമ്പിൾ ഈ മെഷീനുള്ളിൽ പ്ലേസ് ചെയ്ത് അതിൻ്റെ കൂടെ സ്റ്റീൽ ബോൾസൂടെ പ്ലേസ് ചെയ്യുന്നു. ഇങ്ങനെ പ്ലേസ് ചെയ്തതിന് ശേഷം 500 to 1000 ടൈംസ് ഇതിന് റൊട്ടേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തതിന് ശേഷം ഈ കിട്ടുന്ന സാമ്പിളിനെ നമ്മൾ 1.7 mm സീവിൽ കൂടെ പാസ് ചെയ്യിപ്പിക്കുന്നു, സീവ് ചെയ്തെടുക്കുന്നു. ഒറിജിനൽ വെയിറ്റ് ഓഫ് ദ അഗ്രിഗേറ്റ് സാമ്പിൾ W1 ആണെങ്കിൽ വെയിറ്റ് ഓഫ് ദ അഗ്രിഗേറ്റ് സാമ്പിൾ റീറ്റെയിൻഡിനെ നമ്മൾ W2 എന്ന് നെയിം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ഓഫ് ദ സാമ്പിൾ പാസിംഗ് ദ സീവ് എത്ര ആയിരിക്കും? W1 മൈനസ് W2. ഇനി അബ്രാഷൻ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യാനുള്ള ഇക്വേഷനാണ് W1 മൈനസ് W2 ബൈ W1 ഇൻറ്റു 100. ഇനി IS കോഡ്സ് പറയുന്ന സ്പെസിഫിക്കേഷൻസ് എത്ര നോക്കാം. സിമെൻറ്റ് കോൺക്രീറ്റ് ആൻഡ് ബിറ്റുമിനസ് പേയ്മെൻറ്റിൻ്റെ കൺസ്ട്രക്ഷന് ദ അബ്രാഷൻ വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ 30%. അതേപോലെ ബേസ് കോഴ്സിൻ്റെ കൺസ്ട്രക്ഷന് ദ അബ്രാഷൻ വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ 50%. അടുത്ത ടെസ്റ്റാണ് ഷേപ്പ് ടെസ്റ്റ്. ഷേപ്പ് ടെസ്റ്റിൽ അഗ്രിഗേറ്റ്സിൻ്റെ ഇലോങ്ങേഷനെയും ഫ്ലേക്കിനെസ്സിനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ഫ്ലേക്കിനെസ് ഇലോങ്ങേഷൻ എന്ന് നോക്കാം. ഫ്ലേക്കിനെസ് അല്ലെങ്കിൽ ഫ്ലേക്കിനെസ് ഇൻഡെക്സ് എന്ന് നമ്മൾ വിളിക്കുന്നത് ഇറ്റ് ഇസ് എ പെർസെൻറ്റേജ് ബൈ വെയിറ്റ് ഓഫ് അഗ്രിഗേറ്റ്സ് whose least lateral dimension is less than 3/5 of its mean dimension. ഈ ഡെഫിനിഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേപോലെ തന്നെ പല PSC എക്സാമുകളിലും ചോദിച്ചിട്ടുമുണ്ട്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു അഗ്രിഗേറ്റിൻ്റെ ഒരു മീൻ ആവറേജ് ഡയമെൻഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ആവറേജ് ഡയമെൻഷൻ്റെ 3/5 കുറവായിട്ട് ഏതെങ്കിലും ഒരു ലാറ്ററൽ ഡയമെൻഷൻ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഫ്ലേക്കി അഗ്രിഗേറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഫ്ലേക്കി അഗ്രിഗേറ്റ് കൺസ്ട്രക്ഷൻസിന് പ്രിഫർ ചെയ്യാറില്ല. അപ്പോൾ 6.3 mm സൈസിൽ ഗ്രേറ്റർ ആയിട്ടുള്ള അഗ്രിഗേറ്റ്സിനാണ് നമ്മൾ ഈ ഫ്ലേക്കിനെസ് ടെസ്റ്റും ഇലോങ്ങേഷൻ ടെസ്റ്റും നടത്തുന്നത്. ഇനി ഫ്ലേക്കിനെസ് ഇൻഡെക്സിനെ കുറിച്ചുള്ള IS സ്പെസിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. റോഡ് കൺസ്ട്രക്ഷനായിട്ട് യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റ്സിൻ്റെ ഫ്ലേക്കിനെസ് ഇൻഡെക്സ് H, the desirable value is less than 15%, but in no case greater than 25%. അപ്പോൾ ഇതാണ് ഫ്ലേക്കിനെസ് ഇൻഡെക്സ്. ഇനി ഇലോങ്ങേഷൻ ഇൻഡെക്സ് എന്തായിരിക്കും? നമ്മൾ മുമ്പേ മെൻഷൻ ചെയ്ത ഒരു അഗ്രിഗേറ്റിൻ്റെ ഈ ആവറേജ് ഡയമെൻഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ 9/5 അല്ലെങ്കിൽ 1.8 ടൈംസിലും ഗ്രേറ്റർ ആയിട്ട് ഏതെങ്കിലും ഒരു ഡയമെൻഷൻ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇലോങ്ങേറ്റഡ് അഗ്രിഗേറ്റ് എന്ന് വിളിക്കുന്നത്. ഇലോങ്ങേഷൻ ഇൻഡെക്സ് ഇസ് ഡിഫൈൻഡ് ആസ് ദ പെർസെൻറ്റേജ് ബൈ വെയിറ്റ് ഓഫ് അഗ്രിഗേറ്റ്സ് whose greatest dimension is greater than 9/5 or 1.8 times its mean dimension. ഇനി ഇത് മുമ്പേ മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ 6.3 mm സൈസിൽ എക്സീഡ് ചെയ്യുന്ന അഗ്രിഗേറ്റ്സിലാണ് നമ്മൾ ഈ ഇലോങ്ങേഷൻ ഇൻഡെക്സിൻ്റെ ടെസ്റ്റും ഫ്ലേക്കിനെസ് ഇൻഡെക്സിൻ്റെ ടെസ്റ്റും നടത്തുന്നത്. റോഡ് കൺസ്ട്രക്ഷനായിട്ട് യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റ്സിൻ്റെ സ്യൂട്ടബിൾ വാല്യൂ, ഇലോങ്ങേഷൻ ഇൻഡെക്സിൻ്റെ സ്യൂട്ടബിൾ വാല്യൂ ഇസ് ലെസ് ദാൻ 15%. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെഫിനിഷൻസ് ആണ് സ്ഥിരം ചോദിച്ചു കണ്ടിട്ടുള്ളത്, ഫ്ലേക്കിനെസ് ഇൻഡെക്സും ഇലോങ്ങേഷൻ ഇൻഡെക്സും. ഇനി അടുത്ത ടെസ്റ്റാണ് ആംഗുലാരിറ്റി ടെസ്റ്റ്. It is the number of അല്ലെങ്കിൽ measure of voids of aggregates in excess of 33%. നമ്മൾ ഈ അഗ്രിഗേറ്റ്സിനെ ടെസ്റ്റിംഗ് സിലിണ്ടറിനുള്ളിൽ പ്ലേസ് ചെയ്തതിന് ശേഷം ഈ വോയിഡ്സിൻ്റെ പെർസെൻറ്റേജ് 33 എക്സീഡ് ചെയ്യുവാണെങ്കിലാണ് നമ്മളതിനെ ആംഗുലാർ അഗ്രിഗേറ്റ് എന്ന് വിളിക്കുന്നത്. ആംഗുലാരിറ്റി നമ്പർ ഓഫ് അഗ്രിഗേറ്റ്സ് യൂസ്ഡ് ഫോർ റോഡ് കൺസ്ട്രക്ഷൻ വേരീസ് ഫ്രം 0 to 11. ഇതിൽ ഓർത്തിരിക്കേണ്ടത് ഈ ഒരു ഡെഫിനിഷൻ 33% എന്നുള്ള ഡെഫിനിഷനും കൂടാതെ റോഡ് കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റ്സിൻ്റെ ആംഗുലാരിറ്റി നമ്പറിൻ്റെ റേഞ്ച് എത്ര ആയിരിക്കണം എന്നുള്ളത് 0 to 11. ഇനി അടുത്ത ടെസ്റ്റാണ് വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റ്. വാട്ടർ അബ്സോർപ്ഷൻ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 0.6% ബൈ വെയിറ്റ് ഓഫ് അഗ്രിഗേറ്റ്സ്. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഗ്രിഗേറ്റ്സിൻ്റെ ടെസ്റ്റുകൾ. ഇനി ഈ കഴിഞ്ഞ ചില ഈ എക്സാമുകളെല്ലാം നമ്മൾ നോട്ടീസ് ചെയ്യുവാണെങ്കിൽ IS കോഡ്സുകളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, കോഡുകളും അതിലെ സ്പെസിഫിക്കേഷൻസും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ ടെസ്റ്റുകളുടെയൊക്കെ കോഡുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഏത് പാർട്ടിലാണ് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം.
ക്രഷിംഗ് ടെസ്റ്റിനെ കുറിച്ചുള്ള സ്പെസിഫിക്കേഷൻസ് വരുന്നത് IS കോഡ് 2386-ലാണ്. ഒന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ പേയ്മെൻറ്റ് കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്ന പേയ്മെൻറ്റ് മെറ്റീരിയൽസിൻ്റെ ടെസ്റ്റുകളെല്ലാം മിക്കതും വരുന്നത് ഈ IS 2386-1963 എന്ന കോഡിലാണ്. പാർട്ടുകളിൽ ഓരോ ടെസ്റ്റ് ഏത് പാർട്ടി വരുന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ക്രഷിംഗ് ടെസ്റ്റ് വരുന്നത് പാർട്ട് 4-ലാണ് ഓഫ് IS 2386-1963. ഹാർഡ്നെസ്സിൻ്റെ ടെസ്റ്റ്, അതായത് ലോസ് ഏഞ്ചലസ് അബ്രാഷൻ ടെസ്റ്റിംഗ് വാല്യൂ വരുന്നത് പാർട്ട് 5-ലാണ്. ടഫ്നെസ് വരുന്നത്, അതായത് ടഫ്നെസ്സിൻ്റെ ടെസ്റ്റ് അഗ്രിഗേറ്റ് ഇമ്പാക്റ്റ് വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്ന ടെസ്റ്റ് വരുന്നത് പാർട്ട് 4-ലാണ്. ഷേപ്പ് ഫാക്ടേഴ്സ്, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ഫ്ലേക്ക്നെസ് ഇൻഡെക്സും ഇലോങ്ങേഷൻ ഇൻഡെക്സും ഡിറ്റർമൈൻ ചെയ്യാനുള്ള ടെസ്റ്റുകൾ വരുന്നത് പാർട്ട് 1-ലാണ്. വാട്ടർ അബ്സോർപ്ഷൻ്റെ ടെസ്റ്റ് വരുന്നത് പാർട്ട് 3-ലാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അഗ്രിഗേറ്റ്സിനെ കുറിച്ച്, അഗ്രിഗേറ്റ് ടെസ്റ്റിങ്ങിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സും അതിൻ്റെ IS കോഡിൽ സ്പെസിഫിക്കേഷൻസും. അപ്പോൾ ഓരോ ടെസ്റ്റും എന്ത് പ്രോപ്പർട്ടി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പഠിച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. കൂടാതെ ഓരോ സ്പെസിഫിക്കേഷൻസ്, ഓരോ ടെസ്റ്റ്, ഓരോ വാല്യൂസ് ഏത് റേഞ്ചിനുള്ളിൽ വരണം എന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതോടുകൂടെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.